കട അടയ്ക്കണ്ടേ? ഇല്ല, കാഴ്ച തീരാനുണ്ട്. കടയൊക്കെ അടച്ചടാ, സമയം ഒരുപാടായി. ഇക്ക വയ്ക്കോ, ഞാനിതൊക്കെ തീർത്തിട്ട് അടയ്ക്കുന്നുള്ളൂ. എങ്ങോട്ടാ? എനിക്ക് വിനീതിനൊന്ന് കാണും. എന്തിനാ വിനീത കാണുന്നത്? ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് കാശ് വിടുന്നത്. ഗംഗയുടെ പേരും പറഞ്ഞ് എല്ലാരും പഠിച്ചോണ്ടിരിക്കുക വിനീതിനെ. ഒടുക്കം ആ പെണ്ണിനും അച്ഛനും ഒക്കെ വിനീത് കറിവേപ്പില്ലേ, മനസ്സും ഹൃദയമൊക്കെ തകർന്ന് ഒരു ശവം പോലെ പാവ അവിടെ ഇരുന്ന് മിഷൻ ചവിട്ടും. ചെല്ല് നടന്ന കൊത്തി വലിക്ക്, കഴുകന്മാരെ പോലെ. നീ എന്തൊക്കെയാടാ ഈ പറയണം? ഗംഗയ്ക്ക് വേറെ കല്യാണം ആലോചിക്കട്ടാ. നാളെ പെണ്ണുകളാണ്. എടാ വിനീതിന്റെ പെണ്ണല്ലേടാ ഗംഗ. അതാ പെണ്ണിനും കൂടെ തോന്നണ്ടേ ഗംഗയ്ക്ക് വിനീതിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന്. അങ്ങനെ അവള് പറഞ്ഞ? ഗംഗയുടെ അച്ഛനാ പറഞ്ഞത്. വിനീതിനെ വിളിച്ചെടുത്തി പറഞ്ഞു. അത് ഗംഗയുടെ മുന്നിൽ വെച്ച്. ഇനിയിപ്പൊ എന്താണ് ചെയ്യണ്ടേ? ഞാൻ ചെന്നൊന്ന് ആശ്വസിപ്പിക്കട്ടെ. മാറ്. ഒന്നും വേണ്ട, ആശ്വസിപ്പിച്ചാൽ സങ്കടം കൂടെ ഉള്ള ആ പാവത്തിന്റെ സങ്കടം തീർക്കാൻ നിർത്താതെ തച്ചോണ്ടിരിക്കുക. രണ്ടെണ്ണം അടിക്കാണ്ട് ഉറക്കം വരെ ഇല്ലല്ലോ. കയ്യിലുള്ള സാധനം തീരുകയും ചെയ്ത് മാറാണെങ്കിൽ പൊട്ടുകയും ചെയ്തു. ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാൻ? ഗീതേച്ചി, നീ പോകാൻ ഇറങ്ങിയതല്ലേ? പൊയ്ക്കോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് പറ്റോളാം. പൊയ്ക്കോ. ശരി. ജോലിയുണ്ട് ചേച്ചി. ഇനി നാളെ അടച്ചിട്ട് വാ. ചേച്ചി, എന്റെ മനസ്സിനെന്തോ ഒരു... അതൊക്കെ ശരിയായിക്കോളും. നീ വീട്ടിലേക്ക് വാ, ഞങ്ങളൊക്കെ ഉണ്ട് നിന്റെ കൂടെ. വാടാ. അല്ല ചേച്ചി, ഇതും കൂടെ... നീ ഇങ്ങോട്ട് വാ. ചേച്ചി ഗംഗേച്ചി, ഈ സിൻഡ്രലിന്റെ കഥ അറിയാവോ? ഏത് സിൻഡ്രല്ല? പുഷ്പവാടിയിൽ തട്ടുകട നടത്തുന്ന സിൻഡ്രല്ല. ചേച്ചിക്ക് അറിയാമെങ്കിൽ പറഞ്ഞ. എനിക്കൊന്നും അറിയില്ല എന്റെ ഗംഗേച്ചി. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ? ചേച്ചി മറന്നോ? ഓ, നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസവും പഠിത്തമൊന്നും എനിക്കില്ല. അല്ല, ഇപ്പൊ നിനക്ക് എവിടുന്ന് കിട്ടിയ സിൻഡ്രലെ? ഒരു ഗെയിമിൽ കണ്ടതാ. ഓ, ഒരു അടിപൊളി സ്റ്റോറിയാ സിൻഡ്രലയുടേത്. ദരിദ്രയായ ഒരു പെൺകുട്ടി ഒരു രാജകുമാരനെ കല്യാണം കഴിച്ച കഥ. പറയ്. ഒരു പാവം പെൺകുട്ടിയായിരുന്നു സിൻഡ്രല. അവള് കുട്ടിയായിരുന്നപ്പോഴേ അവളുടെ അമ്മ മരിച്ചു. അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു. ഭയങ്കര ദുഷ്ടയായിരുന്നു രണ്ടാനം. ദുഷ്ടയെന്ന് പറഞ്ഞാ ഈ പാല് കൊടുത്തു വിട്ട ആളെ പോലെയല്ലേ? നീ നമ്മുടെ അമ്മയാണോ പറഞ്ഞേ? പിന്നെ വേറെ ആര്? ഇവളെന്താടി പറയുന്നേ? നമ്മുടെ സിൻഡ്രലയുടെ രണ്ടാനമ്മയെ പോലെ ദുഷ്ടയാണ് നമ്മുടെ അമ്മയെന്ന്. ആയിക്കോട്ടെ, നീ അതിന്ന് ഒരു തുള്ളിയെങ്കിലും കളഞ്ഞ സിൻഡ്രലെ പോലെ ചാരക്കൂട്ടി തന്നെ കിടക്കേണ്ടി. അയ്യോ, വേണ്ട അമ്മേനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഇഷ്യൂ. ഇനി ബാക്കി പറഞ്ഞേ. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് രാജകുമാരനും സിൻഡ്രലയും സുഖമായിട്ട് ജീവിച്ചു. ഗംഗേച്ചി എന്താ മിനിതേട്ടനെ കല്യാണം കഴിക്കാത്ത? മിനിതേട്ടൻ നല്ല പയ്യനല്ലേ? എന്നാ പിന്നെ നീ തന്നെ കെട്ടിക്കും. ഞാനോ? പുതിയ പയ്യനേക്കാൾ കുറച്ചുകൂടി നല്ലത് വിനീതേട്ടൻ തന്നെയാന്നാ എനിക്ക് തോന്നുന്നത്. അതിന് പുതിയ ആളെ നീ എപ്പോഴാ കണ്ടേ? ഫോട്ടോയില് കണ്ടല്ലോ. അങ്ങനെ തോന്നുന്നെങ്കിലേ നീ തന്നെ കെട്ടിക്കോ വിനീതേട്ടന്. അല്ല, കല്യാണം കഴിഞ്ഞോണ്ട് ഗംഗേച്ചി ദുബായിലോട്ട് പോവൂ? അങ്ങനെ ഉടനെ ഒന്നും പോവില്ല. ഈ മലകൾ നമുക്ക് ചുറ്റും കെട്ടിയ ഒരു കോട്ടയുണ്ടല്ലോ, ആദ്യം അതിന്ന് വെളിച്ചാടും. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കാണാവുന്നത്രയും നാടുകളും കാഴ്ചകളും കാണും. അങ്ങനെ കണ്ട് കൊതി തീർന്നു എന്ന് തോന്നുമ്പോ ഞാനങ്ങ് പറക്കും ദുബായിലേക്ക്, സ്വപ്നങ്ങളുടെ നഗരിയിലേക്ക്. ഗംഗേച്ചിനെ ഞങ്ങളെ കാണാനൊന്നും വരില്ലേ? അയ്യോ, പിന്നെ ഉറപ്പായിട്ടും വരും. എപ്പോഴാ? അച്ഛനെ പോലെ 5 വർഷത്തിൽ ഒരിക്കലോ? അല്ല, വർഷത്തിൽ ഒരു തവണ വരും. അപ്പൊ നിങ്ങക്ക് എല്ലാം വേണ്ടി ഡ്രസ്സ്, ചോക്ലേറ്റ്സ്, ആഭരണങ്ങള്, പിന്നെ എന്നെ കൊണ്ട് എന്തെല്ലാം സാധിക്കോ അതെല്ലാം കൊണ്ടുവരും. അല്ല ചേച്ചി, ഈ ദുബായ് എന്ന് പറയുന്നത് എവിടെയാ? നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ സിൻഡ്രലിനെ കല്യാണം കഴിച്ച രാജകുമാരന്റെ രാജ്യം ഉണ്ടല്ലോ, സ്വപ്നത്തില് അതുപോലൊരു രാജ്യം തന്നെയാ എന്റെ കൺമുന്നില്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂവിട്ട് വളരുന്നൊരു സ്വർഗം. അച്ഛാ, ചായ. ചെറുക്കൻ കൂട്ടര് എപ്പോഴാ അച്ഛാ വരുന്നേ? വൈകിട്ട് വരും. അല്ല, അവര് സമയമൊന്നും പറഞ്ഞില്ലേ? ഒരു 4 മണിയാകുമ്പോ വരുന്നാ ജയപാലൻ പറഞ്ഞത്. മോളൊരു കാര്യം ചെയ്തേ, അമ്മനൊന്ന് വിളിച്ച. എന്താ രവിന്ദേട്ടാ? ശാരദേ, ഓ. സുജാതയോടൊന്ന് പറയണ്ട. ഞാൻ ഈ കാര്യം ആലോചിക്കാത്തതല്ല രവിന്ദേട്ടാ. രവിന്ദേട്ടന്റെ അനിയത്തിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അറിയാലോ. വിനീതിനെ നമ്മള് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കില്ലേ, അതുപോലെ സുജാതയോട് സംസാരിക്കണം. സംസാരിക്കണമല്ലോ എന്തായാലും. ശാരദ, ഈ പുഷ്പവാടിയിൽ നമുക്ക് രക്തബന്ധം എന്ന് പറയാൻ സുജാതയും വിനീതും മാത്രമേ ഉള്ളൂ. ഗംഗയെ പെണ്ണ് കാണാൻ ഒരാൾ വരുമ്പോ അവളോടൊന്ന് പറയണ്ടേ എന്തായാലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം അല്ലേ? ഞാൻ ഈ സാരിയൊക്കെ ഒന്ന് മാറ്റിട്ട്. എന്തിനാ സാരി മാറ്റാൻ പോകുന്നു? ഇവിടെ തൊട്ടടുത്തല്ലേ, പോരെങ്കിൽ എന്നെ വിടുന്നില്ലല്ലോ. ഓ, സമയം കളയാതെ പോവാ. എന്നാ പിന്നെ ഇത് മതിയെങ്കിൽ മതി. വാ. സുജാത അവിടെ കാണുമല്ലോ. ഇനിയിപ്പോ തൊഴിലുറപ്പിനെങ്ങാനും പോയിട്ടുണ്ടെങ്കിലോ? അബദ്ധം പറ്റി, ഇന്നലെ പറയേണ്ടതായിരുന്നു ശാരദ. ഞങ്ങൾ നിന്നെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു സുജാത. അകത്തിരുന്ന് സംസാരിക്കാം. വാ സുജാത. എടി സുജാതെ, നീ അറിഞ്ഞില്ലേ? വിനീത് നിന്നോട് പറഞ്ഞില്ലേ ഗംഗയ്ക്ക് വേറെ ചെറുക്കനെ നോക്കുക ഇവര്? സുജാത, എന്താ എടുക്കണ്ട കുടിക്കാൻ? വിഷം ഇരിപ്പുണ്ടെങ്കിൽ എടുക്ക്. എന്താണ് ഇത്? പിന്നെ എന്താ അരവിന്ദേട്ടാ ഞാൻ പറയേണ്ടത്? വിനീതിനുള്ളതാ ഗംഗയെന്നും ഗംഗയ്ക്കുള്ളതാ വിനീതെന്നും പറഞ്ഞല്ലേ കുഞ്ഞുനാൾ മുതൽ നമ്മൾ അവരെ വളർത്തിയത്. എന്നിട്ടിപ്പോ പണവും പത്രസോ ആയപ്പോ എന്റെ മകനെ നിങ്ങൾക്ക് വേണ്ട. എന്ത് വർത്താന സുജാത നീ പറയണേ? ശാരദ, നിന്നോട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കുന്നത് എന്റെ ഏട്ടനോടാ. സുജാത, കുഞ്ഞുങ്ങളായിരിക്കും അങ്ങനെ പലതും പറഞ്ഞിരിക്കും. വളർന്നു വലുതാകുമ്പോ അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ വേറെ ആയിരിക്കില്ലേ? എന്റെ മോനെ വേണ്ടാന്ന് ഗംഗ പറഞ്ഞു, എന്റെ മകനെ വേണ്ടാന്ന് നീ പറഞ്ഞോടി. നീ പിറന്നു വീഴുമ്പോ എന്റെ മകന് 4 വയസ്സാ. രാത്രി മുഴുവൻ നിർത്താതെയുള്ള കരച്ചിലായിരുന്നു. നീ കരച്ചിലടക്കാൻ എത്ര ദിവസാ നിന്നെ തോളത്തിട്ടുണ്ട് അവൻ നടന്നു നിനക്കറിയാം. നീ ഉറങ്ങിയിട്ട് അവനൊരു പോളെ കണ്ണടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പൊ നിനക്ക് എന്റെ മോനെ വേണ്ട അല്ലേ? ഇന്ന് വൈകിട്ട് ചെറുക്കൻ കൂട്ടിന് വരും സുജാതെ. ഫോറിൻ പയ്യനാ. പൊട്ടും പൊടിയൊക്കെ പലയിടത്തും ഞാൻ പറഞ്ഞു കേട്ടു വരണ്ടേട്ടാ. എന്നിട്ട് ഞാനൊന്നും വിശ്വസിച്ചില്ല. എന്റെ ഏട്ടനല്ലേ എന്നോട് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു. അതിനിടയിലേ
എന്റെ മോനെ വേണ്ടെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചു അല്ലേ? സുജാത കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയായിരുന്നു. എന്ത് സംസാരിക്കാൻ? ഇന്നലെ പാതിരാത്രി വരെ കടയിലിരുന്ന് തയ്ക്കായിരുന്നു എന്റെ മോൻ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ അവന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. അവനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. സമ്മതിക്കില്ല അരവിന്ദേട്ടാ, സമ്മതിക്കില്ല. ഗംഗയെ വിനീത് തന്നെ കല്യാണം കഴിക്കും. സുജാതെ, വിനീതിനേക്കാൾ നല്ലൊരു ബന്ധം ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ കുട്ടികളുടെ മനസ്സ് അപ്പോ ഗംഗയെ വിനീതിന് കൊടുക്കില്ല എന്നാണോ ഏട്ടൻ പറയുന്നത്? ആണോ? ഞങ്ങൾക്ക് നിങ്ങളുടെ ഇത്രയും പണമില്ല, വലിയ വീടില്ല, അതുകൊണ്ട് എന്റെ മോനെ വേണ്ട അല്ലേ? സുജാതെ, ഇവിടെ ആരും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്റെ ഏട്ടൻ ചിന്തിക്കില്ലടി, പക്ഷെ നീ പറഞ്ഞു തിരിക്കും. ദേ, തോന്നിയാസം പറയരുത് സുജാതെ. വിനീതിനെ ഞങ്ങൾ മോനെ പോലെ കണ്ടിട്ടുള്ളൂ. എന്റെ ദൈവമേ, എനിക്ക് മരിച്ചാ മതി. കൊല്ല്. സുജാതെ, ചുരാ, പറ. ഏയ്. ഇടിക്ക്. ഏയ്. ചതിച്ചല്ലോ, ചതിച്ചു കളഞ്ഞല്ലോ അരവിന്ദേട്ടാ നിങ്ങൾ എന്നെ. എന്റെ മോനെ, എന്റെ ഭർത്താവ് ഉണ്ടായിരുന്ന എനിക്ക് ഗതികേട് വരുമായിരുന്നു. ആരുമില്ലെങ്കിലും നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് ഏട്ടനല്ലേ പഴം കൊണ്ട് എന്റെ കഴുത്തറുത്ത് കളഞ്ഞത്. സുജാതെ, സുജാതെ, ഏയ് നീ പ്രശ്നമാക്കണ്ട സുജാത. കഴിഞ്ഞതൊന്നും മറക്കല്ലേ അരവിന്ദേട്ടാ. എന്റെ കെട്ടുതാലി പണയം വെച്ച ഏട്ടന് ഗൾഫിലേക്ക് പോലുള്ള പണം ഒപ്പിച്ചത്. അമ്മേ അതിനുശേഷം നിങ്ങൾക്ക് കെട്ടിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടായത്. അമ്മ ഇങ്ങ് വന്നേ. എന്നെ കൊല്ല്. അമ്മ എന്താ ഈ കാണിക്കുന്നത്? ഈ നിൽക്കുന്നവൻ ഈ വീട്ടിലെ കാവൽപ്പട്ടിയായിരുന്നു. ഇവനുള്ളത് കൊണ്ടാ ഏട്ടന്റെ ഭാര്യ 4 മക്കളും മനസ്സമാധാനത്തോടെ ഇവിടെ ഉറങ്ങിയത്. ഇവിടെ ഒരു ബൾബ് ഫ്യൂസായ മാറ്റാൻ ഇവ വേണം. മോട്ടർ കേടായ വെള്ളം കോരണം. ഓട് കുട്ടിയെ മാറ്റിയിടണം. 10 പൈസ കൂലിയില്ലാതെ പട്ടിയെ പോലെ എന്റെ മകനോട് പണിയെടുത്ത് കൊടുക്കും. മകളുടെ കല്യാണ കാര്യം വന്നപ്പോ എന്റെ മോനെ വേണ്ട അല്ലേ? അമ്മേ എന്റെ വാ ഇങ്ങോട്ട് പറയുന്നൊന്ന് കേൾക്കാം. ഭർത്താവ് പോലെ ഇല്ലാത്തവൾ അരവിന്ദ. അവിടെ കണ്ണീരിവിടെ വീഴ്ത്തരുത്. എന്റെ കണ്ണീരി തൊട്ട് ഞാൻ പറയാ, നീ ആരെ കല്യാണം കഴിച്ചാലും ഗുണം പിടിക്കില്ലടി. എന്താ ഈ പറയണത്? മൊത്തത്തോലെ ഈ കല്യാണം എങ്ങനെ നടക്കുന്നു എനിക്കൊന്ന് കാണണല്ലോ. വീട്ടിൽ കയറുന്ന പിള്ളേരൊക്കെ ആവുന്നു. അമ്മ ഇങ്ങ് വന്നേ അമ്മേ. മുടിഞ്ഞ പോത്തോളൂ അരവിന്ദേട്ടാ. എല്ലാം മുടി. ഏട്ടിന് വേണ്ടി പണയം വെച്ച എന്റെ അമ്മ ഇങ്ങ് വന്നേ. വിനീതെ, കൂട്ടിക്കൊണ്ട് പോയാ നിന്റെ അമ്മയെ. അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം. എല്ലാം കൂടെ വാ അമ്മ. അമ്മേ, അരവിന്ദേട്ടാ, നിങ്ങൾ ഇനി എനിക്ക് ഏട്ടനുമല്ല, ഞാൻ ഏട്ടന്റെ അനിയത്തിയല്ല. അമ്മേ, വാങ്ങേ. അമ്മേ, തരാം അമ്മേ, അമ്മേ. അരവിന്ദേട്ടാ, ഏട്ടൻ ഞങ്ങളെ നോക്കി ചിരിച്ച പോലെ ഈ നാട്ടുകാർ മൊത്തം ഏട്ടനെ നോക്കി കരി. കുളിച്ചു വെച്ചോ ശാരദേ. വിനീതെ, നീ കൊണ്ടോട്ടോ നിന്റെ അമ്മയെ. ഒന്ന് വന്നേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം. അമ്മേ, എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത്? കഴിക്ക്. പൊന്നു, അതൊന്നും അവിടെ വാരിയിട്ട് വൃത്തികേടാക്കല്ലേ. എന്നാ ഞാൻ വെളിയിൽ പോയി കളിച്ചോട്ടെ. വെളിയിലൊന്നും പോണ്ട, മണ്ണി കളിച്ച് ദേഹം മൊത്തം അഴുക്കാക്കാനല്ലേ. അമ്മ ഇതെന്താ അമ്മയാ? വെളിയിൽ പോയി കളിക്കാനും സമ്മതിക്കില്ല, അകത്തിരുന്ന് കളിക്കാനും സമ്മതിക്കില്ല. അമ്മമ്മ പൊന്നിന് കേക്കും ഐസ്ക്രീമും ഒക്കെ മേടിച്ചോണ്ട് വരുമല്ലോ. അമ്മമ്മ കേക്ക്. ഒന്ന് പോ. മോള് പുറത്തേക്ക് കളിച്ചോ കേട്ടോ. എന്താണ്? അമ്മാവന്റെ വീട്ടിൽ കയറി ചെന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഒരു വിധത്തിലാ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ പ്രശ്നം ഉണ്ടാക്കാതെ കുറച്ച് കാശ് വന്നു കഴിയുമ്പോ വലിയ മുതലാളിമാരായി. അവരോട് ആദ്യം കൊമ്പത്തിന് താഴെ ഇറങ്ങി വരാൻ പറ. ചേച്ചിയും കൂടെ ഒന്നും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കല്ലേ. എടാ, വലിയ ചതിയല്ലേ അവര് കാട്ടിയത്. ഗംഗയും നീയുമായുള്ള ബന്ധം നേരത്തെ പറഞ്ഞു വെച്ചേക്കുവാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇപ്പൊ അവര് വാക്കുമാറിയാ നിനക്ക് എന്തെങ്കിലും കാര്യമായ പ്രശ്നം ഉണ്ടെന്നല്ലേ എല്ലാരും വിചാരിക്കും. ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചുകൂടുന്ന എന്തിനാ ചേച്ചി? ഈ മടവാൾ ഏതാണെന്ന് നിനക്കറിയാമോ? നിന്റെ ഇവളുടെയൊക്കെ അച്ഛൻ മരിക്കുമ്പോ എനിക്ക് നല്ല പ്രായം, അഴകും ആരോഗ്യമുള്ള ഒരു പെണ്ണിന് 2 പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ കാട്ടുമുക്കിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടും എന്റെ ഏട്ടന്റെ തണലിലേക്ക് ഞാൻ പോയിട്ടില്ല. മരുമകളെയും മക്കളെയും കെട്ടിപ്പിടിച്ച് കൂടെ ഇരുന്നിട്ടേ ഉള്ളൂ. അമ്മ അപ്പോഴും തലേണയ്ക്കടിയിൽ രാഗി മിനുക്കി വെച്ച ഈ മടവാള് മാത്രമാണ് സുജാതയും മക്കളെയും കാത്തത്. ആരാടി ഇത് ചോദിച്ചാ എന്താടാന്ന് ചോദിക്കാനുള്ള സുജാതയുടെ ധൈര്യം അരവിന്ദൻ ഗൾഫിലേക്ക് പോയപ്പോഴും അവിടെയുള്ള 6 പെണ്ണുങ്ങളെയും കാത്തത്. നീ മുതിർന്നൊരു പുരുഷനായപ്പോ പിന്നെ ഈ മടവാള് പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഞാനിത് വീണ്ടും പുറത്തെടുക്കുക. പുറത്തുള്ളവരെ നേരിടാനല്ല, നിനക്ക് വേണ്ടി. ഇനി നീ അരവിന്ദന്റെ വീട്ടിൽ കാല് കുത്തിപ്പോയാ നിന്റെ കാല് 2 അരിഞ്ഞ് ഞാൻ താഴെയിടും. ജോലി ചെയ്യാൻ കഴിയാത്ത നീ മുട്ടുകാലിൽ എഴഞ്ഞാലും തൊഴിലുറപ്പിന് പോയിട്ടായാലും നിനക്ക് ഞാൻ ചെലവിന് തരും. പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ വരാൻ കുറച്ച് ദിവസം കൂടി വൈകും ബ്രോ. ആ വീടൊക്കെ ഒന്ന് അടിച്ചു തുറച്ച് വൃത്തിയാക്കിയിട്ട് ഏർപ്പാട് ചെയ്യണം. കീ ഹൗസ് ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഞാൻ വിളിച്ച് പറഞ്ഞോളാം. വേറെന്താ ബ്രോ, ഞാൻ പിന്നെ വിളിക്കാം. സാറ് വന്നിട്ടോ. വാ 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 വാ. ഇതാ നമ്മളെ പെങ്കൊച്ച് ഗംഗ. മോളെ ഏതുവരെ പഠിച്ചു? +2 തോറ്റു. പഠിപ്പൊന്നും നോക്കണ്ട, അവർക്കൊന്നും ഞാൻ കുറക്കൂല. ഇപ്പോഴും ഈ ലൂസിയാമ്മ വിചാരിച്ചാ ചിലതൊക്കെ പറ്റും.